നമുക്കിഷ്ടപ്പെട്ട മീഡിയം എന്താണ് എന്ന് അവർ കണ്ടുപിടിച്ച് നമുക്കിഷ്ടപ്പെട്ട മീഡിയത്തിലൂടെ അവർക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. രാഷ്ട്രീയ ബോധ്യങ്ങൾ ഉൾപ്പെടെ സാമൂഹ്യ പ്രശ്നങ്ങളിലുള്ള കാഴ്ചപ്പാടുകൾ ഉൾപ്പെടെ നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് ബ്രെയിൻ വാഷ് ചെയ്യാൻ. സത്യത്തിൽ ഇപ്പോൾ ഈ ഡിജിറ്റൽ ഫോൺ, സ്മാർട്ട് ഫോൺ എല്ലാം വന്നതിന് ശേഷം നമ്മളിപ്പോൾ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് വിയറ്റ്നാമിലേക്ക് ടൂർ പോകണം, പിന്നെ നമ്മൾ സുഹൃത്തുക്കൾ നമ്മൾ സംസാരിക്കുകയാണ്. പിന്നെ നമ്മൾ ഫോൺ ഓൺ ചെയ്യുമ്പോൾ നമ്മുടെ ഇൻസ്റ്റയിലും മറ്റു കാര്യത്തിലും കാണുന്നത് വിയറ്റ്നാമിലേക്കുള്ള ടൂർ പാക്കേജുകളും മറ്റതുമാണ്. ഞാൻ അത്ഭുതപ്പെടും. നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഫോൺ, നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോൺ ഒരു ചാരനെ പോലെ ഇത് ആരോടോ ചോർത്തി കൊടുക്കുന്നുണ്ടോ? ഗൗരവതരമായ കാര്യമാണ്. പുതിയ പുസ്തകങ്ങൾ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞതിന് മുമ്പിലത്തെ വർഷം ഇറങ്ങിയ ഹൗ ടു സ്റ്റാൻഡ് അപ്പ് ടു എ ഡിക്റ്റേറ്റർ എന്ന് പറയുന്ന നൊബേൽ സമ്മാനിതയായ മരിയ റേസയുടെ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ എങ്ങനെയാണ് പുതിയ കാലത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ, ഞാൻ ഇപ്പോൾ ട്രംപിനെ പറയാം, വേറെ പറയുമ്പോൾ വിവാദം ഉണ്ടാവുള്ളൂ, ട്രംപ് കൂടി ഇല്ലല്ലോ, ട്രംപിനെ കുറിച്ച് ഉൾപ്പെടെയുള്ള ലോകത്തിലെ ഏകാധിപതികളായ ഭരണാധികാരികൾ എങ്ങനെയാണ് അവർക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്താൻ, അവർക്ക് അനുകൂലമായി അഭിപ്രായം രേഖപ്പെടുത്താൻ അവരുടെ ഇലക്ട്രേറ്റിനെ എങ്ങനെയാണ് സോഷ്യൽ മീഡിയ വഴി സ്വാധീനിക്കുന്നത് എന്നവർ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, നമുക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. നമുക്ക് നടക്കാനുള്ള സ്വാതന്ത്ര്യം, അല്ലെ? നമുക്ക് അഭിപ്രായം, നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫ്രീഡം ടു എക്സ്പ്രസ് ആണ്. നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം. ഇപ്പൊ പുതിയ ഫ്രീഡമാണ് നമ്മൾ ആവശ്യപ്പെടേണ്ടത്, ഫ്രീഡം ടു തിങ്ക്. നമുക്ക് ചിന്തിക്കാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യത്തിന്മേലാണ് ഇപ്പോൾ ചങ്ങലയിട്ടുകൊണ്ടിരിക്കുന്നത്. പണ്ട് ജോർജ് ഓർവെലിന്റെ മനോഹരമായ ഒരു പുസ്തകം ഉണ്ടായിരുന്നു 1984. അതൊരു സാങ്കല്പിക കാലത്തെ കുറിച്ചാണ് പറയുന്നത്. അതായത് സ്റ്റേറ്റ് നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. സ്റ്റേറ്റിന്റെ ഏജന്റുമാർ വീഡിയോ വഴി, ക്യാമറ വഴി നമ്മുടെ മൂവ്മെന്റ്സ്, ഞാനിവിടെ സംസാരിക്കുമ്പോൾ, ഞാൻ തിരിച്ച് ലിഫ്റ്റിൽ ഇറങ്ങുമ്പോൾ, ഞാൻ കാറിൽ കയറുമ്പോൾ, ഞാൻ യാത്ര ചെയ്യുമ്പോൾ, ഞാനൊരു മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ, എൻ്റെ വീട്ടിലേക്ക് എനിക്കൊരു സ്വകാര്യത, എനിക്കൊരു പ്രൈവസി ഇല്ല. കാരണം എന്നെ സ്റ്റേറ്റ് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ എം അണ്ടർ സർവൈലൻസ്. ഞാൻ സ്റ്റേറ്റിന്റെ നിരീക്ഷണത്തിലാണ്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ വായിച്ച പുസ്തകമാണ്. ഞാൻ പേടിച്ചു വരും. ഒരു മാസക്കാലത്തേക്ക് എന്റെ ഭീതിയാണ്, എന്നെ ആരും പിന്തുടരുന്നുണ്ട്, എന്നെ ആരും നോക്കുന്നുണ്ട് എന്നുള്ള ഭീതിയാണ്. അതൊരു സാങ്കല്പികമായ ഒരു ലോകം ക്രിയേറ്റ് ചെയ്താണെങ്കിൽ അത് ജോർജ് ഓർവെൽ ക്രിയേറ്റ് ചെയ്ത ആ സാങ്കല്പികമായ ലോകം യാഥാർത്ഥ്യം നിറഞ്ഞൊരു ലോകത്തിലേക്ക് നമ്മൾ ജീവിക്കുകയാണ്. ഇത് ആരാണ് നമ്മളെ സ്വാധീനിക്കുന്നത്, ഏതു വഴിയാണ് നമ്മൾ സ്വാധീനിക്കുന്നത് എന്ന് നമുക്ക് പോലും മനസ്സിലാകാത്ത രീതിയിൽ നമ്മുടെ ചിന്തകളെ, നമ്മുടെ തോട്ട് പ്രോസസ്സിനെ മുഴുവൻ ഈ പറയുന്ന സംവിധാനങ്ങൾ ചെയ്യാണ്. അതിപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൂടി അതിന്റെ ഏറ്റവും പവർഫുൾ ആയ രീതിയിലേക്ക് വരുമ്പോൾ അതുകൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് തന്നെ പറയുന്നത് ഈ ദശകത്തിന്റെ അവസാനമാകുമ്പോൾ ഹ്യൂമൻ ഇന്റലിജൻസിന്റെ ഒപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എത്തുന്ന 3-4 കൊല്ലം കൂടി കഴിയുമ്പോൾ ഹ്യൂമൻ ഇന്റലിജൻസിനെ ബൈപ്പാസ് ചെയ്യും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നാണ്. അത് കഴിഞ്ഞാൽ പറയുന്ന കേട്ടാൽ ഞെട്ടിപ്പോവും. നമ്മുടെ ബ്രെയിനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൂടി കണക്ട് ചെയ്താൽ നമ്മുടെ ഹ്യൂമൻ ഇന്റലിജൻസ് 1 മില്യൺ ഫോൾഡ് വർദ്ധിക്കുമെന്നാണ്. നമുക്ക് ഇപ്പൊ തന്നെ ഒടുക്കുന്ന ബുദ്ധിയാണ്. ഈ ബുദ്ധി 1 മില്യൺ ഫോൾഡ്, 1 ദശലക്ഷം മടങ്ങ് വർദ്ധിച്ചാൽ ഉണ്ടാകും. ഞാൻ എല്ലാ ദിവസവും രാത്രി ഉണ്ടായി കഴിഞ്ഞാൽ അത് നേരത്തെ പറഞ്ഞ പോലത്തെ ആളുകളുടെ കയ്യിൽ. അമേരിക്കയിലെ ആളുകൾ സംസാരിക്കുമ്പോൾ ട്രംപിന്റെ പേര് ഉപയോഗിക്കുന്നില്ല. അതെന്താ കാര്യം? വലിയ വിമർശകർ പോലും ആ പേര് ഉപയോഗിക്കുന്നില്ല. കാരണം ആ പേര് ഉപയോഗിച്ച് എവിടെയെങ്കിലും ഒരു ഡിസ്കഷൻ നടന്നാൽ ആ പേര് ക്യാച്ച് ചെയ്യാൻ, ഇതാരാണ് സംസാരിച്ചത് എന്ന് ക്യാച്ച് ചെയ്യാൻ, അവർ എന്താണ് സംസാരിച്ചത് എന്ന് അന്വേഷിക്കാനുള്ള സംവിധാനങ്ങളാണ്. ഇപ്പൊ അദ്ദേഹത്തെ എതിർക്കുന്ന ആളുകൾ പോലും, ഞാൻ വെറുതെ അദ്ദേഹത്തോട് എനിക്കൊരു വിരോധമില്ല കേട്ടോ, ഒരു ശത്രുതയില്ല. ഞാനൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. നിങ്ങളുടെ മനസ്സിൽ വേറൊരാളുടെ രൂപമാണ് വരുന്നെങ്കിൽ അത് വെച്ചാൽ ഞാൻ വെറുതെ പുള്ളിയുടെ പേര് പറയണമെന്നല്ലേ, വിവാദം ഉണ്ടാക്കാതിരിക്കാൻ പറ്റും. വേറെ ആരുടെ പേരുണ്ടെങ്കിലും നിങ്ങൾ വെച്ചു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളുടെ മനസ്സിൽ അതേ സ്വഭാവമുള്ള ഒരാളുടെ പേര് വെച്ചു. അത് നോക്കുമ്പോൾ ആ പേര് എവിടെ ഇരുന്ന് സംസാരിച്ചാലും ആ പേരിൽ എന്ത് ഡിസ്കഷനാണ് അവിടെ നടന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ്. ഞാൻ വളരെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള, വളരെ ഔട്ട്സ്പോക്കൺ ആയിട്ടുള്ള പല സുഹൃത്തുക്കളോടും, മലയാളി സുഹൃത്തുക്കളോടും US പലരോടും സംസാരിച്ചപ്പോൾ ഇവർ പേര് പറയുന്നില്ല. പേര് പറയേണ്ടതാണ്.
ഡയറക്ഷൻ. പേര് പറയുക, ആ പേര് പറഞ്ഞാൽ അദ്ദേഹത്തിനെതിരായിട്ട് എന്തോ ഒരു ചർച്ച എവിടെ നടന്നു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. അപ്പൊ നമ്മളിപ്പോ ഞാനൊക്കെ ആണെങ്കിൽ ഒടുക്കത്തെ പരദൂഷണം പറഞ്ഞ ആളല്ല, എവിടെ കൂടിയാലും പരദൂഷണം പറയുന്ന ആളല്ല. ഇപ്പൊ പേടിയാണ്, കാരണം പരദൂഷണം പറഞ്ഞ് പോയി കഴിഞ്ഞാലും കുറെ നാള് കഴിഞ്ഞാൽ അത് അന്തരീക്ഷത്തിൽ നിന്ന്, പരദൂഷണം മാത്രമല്ല നമ്മൾ നടത്തുന്ന ഡിസ്കഷൻ അന്തരീക്ഷത്തിൽ നിന്ന് അതിനെ പിടിച്ചെടുത്ത് അതിനെ ഡീകോഡ് ചെയ്താൽ മനസ്സിലാവുന്നത്. ചിലപ്പോ നമ്മള് ബാബുചേട്ടനോട് ഇന്ന് സംസാരിക്കുന്ന ഒരു കാര്യം ബാബുചേട്ടന്റെ ചിലപ്പോ കൊച്ചുമോള് വന്നായിരിക്കും പറയുന്നത്, നിങ്ങൾ രണ്ടുപേരും കൂടി അന്ന് ഇന്ന ആളെ കുറിച്ച് പറഞ്ഞിരുന്നു. ആ കാലത്തേക്ക് നമ്മൾ പോവാണ്, നമ്മളെ കൺട്രോൾ ചെയ്യാണ്, നമ്മളെ ചിന്തകളെ കൺട്രോൾ ചെയ്യാണ്, നമ്മളെ നിയന്ത്രിക്കുകയാണ്. ഗൗരവതരമായി മാധ്യമ ലോകം ആദ്യം ചർച്ചയ്ക്ക് വെക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ഇതൊക്കെ ഒന്നും ആർക്കും സ്വാധീനിക്കാൻ കഴിയാത്ത ഘട്ടത്തിലേക്ക് എല്ലാം പോവുകയാണ്. മാധ്യമ പ്രവർത്തനത്തിനും അപ്ഡേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുകയാണ് വേറെ തരത്തിൽ. കാരണം അതിനും ഒരു ഗൈഡൻസ് വേണം. പുതിയ വഴിയെ പോവാണ്. ഒരാൾ ഒരു പുതിയ ഒരു മാധ്യമ പ്രവർത്തന ശൈലിയുമായി ഒരു ഗ്രൂപ്പോ ഒരു ടീമോ വന്നാൽ അവർക്ക് പെട്ടെന്ന് ചിലപ്പോൾ റേറ്റിംഗ് കിട്ടും. അപ്പൊ ആ റേറ്റിംഗ് കിട്ടാൻ വേണ്ടി ബാക്കി മര്യാദ കിടക്കുന്ന ആളുകൾ എല്ലാവരും കൂടി അവരുടെ പുറകെ പോവാം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. അവരുടെ പുറകെ പോവാൻ ആ റേറ്റിംഗ് ഒന്നും ശാശ്വതമല്ല. ആ റേറ്റിംഗ് ഒക്കെ താഴെ പോകും. ഇത് ഈ ഒരു പുതിയ ഒരു കൾച്ചർ, മാധ്യമ സംസ്കാരം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി നോക്കുന്ന ഒരു കാലമാണ്. ഞാൻ പറഞ്ഞ ഒരു എന്താണ് മാധ്യമ സിൻഡിക്കേറ്റ് എന്നോ മറ്റൊന്നും പറഞ്ഞൊരു വിവാദത്തിലേക്കല്ല. ഗൗരവകരമായി മുതിർന്ന മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ എന്താണ് മാധ്യമ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഏറ്റവും മിനിമം കേരളത്തിലെങ്കിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ ട്രെൻഡ് എന്താണ് എന്ന് ഗൗരവമായി പരിശോധിക്കണം. ഇനി ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുക, ഇത്തരം വേദികൾ പ്രസിഡന്റ് പോലുള്ള ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി അത്തരം വേദികൾ ഗൗരവതരമായി ഒരു എന്താ പറയുന്നത് സെൽഫ് ഇൻട്രോസ്പെക്ഷൻ എന്നൊക്കെ നമ്മൾ പറയും, ഒരു ആത്മപരിശോധന നടത്താൻ നമ്മൾ ചെയ്യുന്നത് ശരിയാണോ. രാഷ്ട്രീയ പ്രവർത്തകരായ നമ്മൾ നടത്താറുണ്ടല്ലോ, നമ്മളും ചെയ്യാറുണ്ട്. നമ്മൾ ചെയ്യുന്നത് ശരിയാണോ, നമ്മളെപ്പോഴും നവീകരണത്തിന് വിധേയരായിക്കൊണ്ടിരിക്കും. മാറ്റങ്ങൾ നമ്മൾ വേണ്ടേ, നമ്മുടെ സ്വഭാവത്തിനും നമ്മുടെ ശൈലിക്കും നമ്മുടെ രീതിക്കും കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ പൊതുപ്രവർത്തകരായ നമ്മൾ, രാഷ്ട്രീയ നേതാക്കളായ നമ്മളും ചെയ്യുന്നത് പോലെ മാധ്യമ പ്രവർത്തകരും, മുതിർന്ന മാധ്യമ പ്രവർത്തകർ അതിന് മുൻകൈയെടുത്ത് ഈ മാധ്യമ രംഗത്ത് വരുന്ന എന്താ പറയുന്നത് അപ്രിയമായ ചില ട്രെൻഡുകൾ അത് നല്ലതാണോ എന്ന് ഗൗരവതരമായി പരിശോധിക്കട്ടെ. പ്രസഞ്ചേട്ടന്റെ ഒരു പരിപാടി വന്നിട്ട് അത്രയെങ്കിലും പറയാതെ പോയാൽ അത് വലിയ തെറ്റായി പോകും എന്ന് ഞാൻ കരുതുന്നു. ഒരിക്കൽ കൂടി എറണാകുളം പ്രസ് ക്ലബിലെ എന്റെ ഭാരവാഹികളെയും ടോമനെയും ഷജിലിനെയും അടക്കമുള്ള എല്ലാ ഭാരവാഹികളെയും പ്രത്യേകമായി ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് എന്റെ ഏറ്റവും ബഹുമാനനായ ജ്യേഷ്ഠ സഹോദരൻ ശ്രീ പി.എൻ. പ്രസന്നകുമാറിന്റെ നാമധേയത്തിലുള്ള ഈ ഫൗണ്ടേഷൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.